ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് വാടി വരണം സവാള, അല്ലെങ്കിൽ ആ സവാള എങ്ങനെ ഒരു സുഖമില്ലാതാവും നമുക്ക് കഴിക്കാൻ നേരം. ഇനി ഇതിന് വേണ്ടുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണില്ല, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ ലേശം ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെന്താ കറിവേപ്പില. ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. എൻ്റെ മിക്സിക്കകത്ത് ചതയ്ക്കാൻ നോക്കിയാൽ ചതഞ്ഞ് കിട്ടുമല്ലോ കേട്ടോ, അങ്ങ് അരഞ്ഞു പോകും. അത്രയ്ക്ക് ഒന്ന് കറങ്ങി കഴിയുമ്പോൾ തന്നെ അതങ്ങ് അരഞ്ഞങ്ങ് പോകും. ഞാൻ അതുകൊണ്ടാണ് കൂടുതലും തോരനൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തേങ്ങ അങ്ങ് ഇടുന്നത്. തോരനൊക്കെ നമ്മൾ ഒന്ന് ചതച്ചാൽ മതിയല്ലോ. ഇത് നോക്ക്,
ചതഞ്ഞല്ല, അതിൽ ചതഞ്ഞതിനേക്കാളും കൂടുതൽ ഒന്നുകൂടെ ഒന്ന് പൊടിഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ തോരന് ഡയറക്റ്റ് അങ്ങ് ഇടുന്നത്. അത് കുഴപ്പമില്ല. ഈ മുളക് പൊടിയും കൂടെ ആകുമ്പോൾ നമുക്കൊന്ന് ചതച്ചിടുന്നതാണ് നല്ലത്. ഇനി ബാക്കി നമുക്ക് പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പാവയ്ക്കയാണ് കേട്ടോ, ഒറ്റ പാവയ്ക്ക എടുക്കുകയുള്ളൂ. കാരണം ഉച്ചക്കലത്തേക്ക് മാത്രം മതി ഇവിടെ. ഇങ്ങനെയൊക്കെ തോരന് അതുപോലെ മെഴുക്കുവരട്ടി ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു നേരത്തേക്ക് മാത്രമേ ഇത് തയ്യാറാക്കുകയുള്ളൂ. പിന്നെ വൈകിട്ട് അദ്ദേഹം കഴിക്കുമല്ലോ, അപ്പോൾ പിന്നെ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യത്തില്ല, ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് ഇത് ആവിയിൽ ഇങ്ങനെ, ഇതിന് തന്നെ ആവി വെള്ളം വീഴുമല്ലോ, അത് മാത്രം മതി. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ആഡ് ചെയ്താൽ നമ്മുടെ പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പുമായിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. പാവയ്ക്ക വേറെ ഒരു രീതിയാവും. ആ പാവയ്ക്ക വാടി നന്നായിട്ട് വേഗത്തില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് പാവയ്ക്ക കുക്ക് ചെയ്യുകയേ ചെയ്യരുതാരും. ഇങ്ങനെ നമ്മൾ വാട്ടി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കുക, പിന്നെ തുറക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കാവുള്ളൂ. ഒരു തുള്ളി വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പാവയ്ക്കയ്ക്ക് കയ്പ്പ് കാണില്ല. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, തക്കാളി നേരിട്ട് ചേർക്കുന്നില്ല, നമ്മൾ തക്കാളിയുടെ ജ്യൂസ് മാത്രമാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തക്കാളിയുടെ നീര് കൊണ്ട് പാവയ്ക്ക വേവണം. അപ്പോൾ ഒരു ലേശം കയ്പ്പ് പോലും കാണില്ല. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, പക്ഷെ തോരൻ നമ്മൾ തക്കാളി ചേർക്കില്ലല്ലോ. ഇങ്ങനെ ജ്യൂസ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കുക. ആ ജ്യൂസ് കൊണ്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. നോക്കൂ, ഇപ്പം ഒരു പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ആ പച്ചപ്പൊക്കെ മാറി പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ കൂട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. കൂടുതൽ അങ്ങ് ഈ ചമ്മന്തി ഒക്കെ അരച്ചാലും ഇത് തന്നെ, ഒന്ന് കറങ്ങുമ്പോഴത്തേക്ക് അതങ്ങ് അരഞ്ഞങ്ങ് പോകും. കണ്ടില്ലേ, അങ്ങ് പൊടിഞ്ഞു പോയങ്ങ്. ഇനി നമുക്കത് എല്ലാം കൂടി ആ തേങ്ങയിലേക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ആ തേങ്ങയും അതേപോലെ പാവയ്ക്കയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചേച്ച് നമുക്ക് വീണ്ടും അടച്ചു വെക്കുക. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി. അതുപോലെ തന്നെ പാവയ്ക്കയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 3/4 ഭാഗമൊക്കെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാവയ്ക്ക കഷ്ണമായിട്ട് തന്നെ കിടക്കും. അത് വേകാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അത് നമ്മൾ കുക്ക് ചെയ്താലും ആ ഒരു കല്ലിപ്പ് മാറത്തില്ല പാവയ്ക്കയുടെ. നമ്മൾ പച്ചക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കും. അത് വെന്തിട്ടുണ്ടെങ്കിലും ഒരു പച്ച പോലെ നമുക്ക് തോന്നുള്ളൂ, അത്ര കൊണ്ട് സോഫ്റ്റായി വരത്തില്ല. അതുകൊണ്ടാണ് ഒരു പകുതിയിൽ കൂടുതൽ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പം എല്ലാം നോക്ക്, കുഴഞ്ഞിട്ടില്ല, നല്ലതായിട്ടുണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, ഇതെന്തുവാണെന്ന് ചോദിച്ചുകൊണ്ട്. നന്നായിട്ട് നമ്മൾ നോക്കൂ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കൂ, നമ്മളതുകൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച്, ഇത്തിരി കൂടി ആവശ്യമുണ്ടായിരുന്നു, ഇത്തിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് തോന്നുകയുള്ളൂ. നോക്കൂ, നല്ല മനോഹരമായിട്ടില്ലേ നമ്മുടെ പാവയ്ക്ക തോരന്. നേരത്തെ ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഓഫ് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഞാൻ പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.